കുടുംബക്കാരിൽ നിന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ എതിർപ്പ് വരുമ്പോ അത് ആളിക്കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകരുത്. വിട്ടുവീഴ്ച ചെയ്തിട്ട് മാപ്പ് കൊടുത്തിട്ട് മസ്ലഹത്തിന് വേണ്ടി നന്നാകാനുള്ള ശ്രമം വേണം. അതിനത്രയും കട്ടിയാർന്ന ഈമാന് വേണം. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാനിത് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അവർക്കൊക്കെ അനുഭവിച്ച വിഷമങ്ങൾ അത്രയും വലുതായിട്ടും മാപ്പ് കൊടുത്തെങ്കിൽ നമുക്കുള്ളത് എത്രയോ ചെറുതാണ്, നിസ്സാരമാണ്. പക്ഷേ നമ്മളത് പർവ്വതീകരിക്കുകയാണ്. ചെറിയൊരു കാര്യം അത് വികസിപ്പിച്ച് പടലപ്പിണക്കങ്ങളാണ്. പിന്നെ അന്യോന്യം സഹകരണമല്ല, ഒന്നുമില്ല, ബന്ധമില്ല. മരിച്ചാ പോലും ചില ആളുകൾ വരൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത്രയും കടികട്ടിയുള്ള കുടില മനസ്സ്, വല്ലാത്ത മനസ്സാണത്. കുടുംബബന്ധം ശരിയായ നിലക്ക് കാത്തു സൂക്ഷിച്ചാലേ വല്ലാത്ത സുഖം അതുകൊണ്ട് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ദീർഘായുസ് വേണ്ട ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആർക്കാ ദീർഘായുസ് ആഗ്രഹമില്ലാത്തത്? കുറെ കാലം ഹൈറാത്ത് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആളാരാ? ആരുണ്ടാവൂല. എല്ലാവരും അതിനെ എസ്സേ മൂളുള്ളൂ. സാമ്പത്തികമായി നല്ല ഭദ്രത വേണമെന്ന് ആഗ്രഹിക്കാത്ത ലോകത്താരാ? എല്ലാവർക്കും വേണത് ബറക്കത്ത് വേണം. സാമ്പത്തികമായ ഭദ്രത കൊണ്ട് ഉദ്ദേശിച്ചത് ബറക്കത്താണ്. ചെറുതാണെങ്കിലും ബറക്കത്തുള്ള ജീവിതം, വലുതാണെങ്കിലും ബറക്കത്തുള്ള ജീവിതം. ഇഷ്ടം പോലെ ഉണ്ടായിട്ട് കാര്യമല്ലോ ബറക്കത്തില്ലായിരുന്നാൽ. കുറച്ചാണെങ്കിലും ബറക്കത്തുണ്ടായാൽ മതിയല്ലോ, ധാരാളല്ലേ. അത് രണ്ടും തങ്ങൾ അതിനെ കാര്യമായി പറഞ്ഞൊരു പോംവഴി. ഫല്യസിൽ റഹിമ, കുടുംബബന്ധം പുലർത്തണം. മന്നഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമ. കുടുംബ വിശാലത, സാമ്പത്തിക പുരോഗതി ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ കുടുംബബന്ധം പുലർത്തണം. അതുപോലെ തന്നെ അവർ ദീർഘായുസ് ഉദ്ദേശിക്കുന്നുണ്ടോ, കുടുംബബന്ധം പുലർത്തണം. കുടുംബബന്ധം എങ്ങനെയാ പുലർത്തേണ്ടത്? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ചു. സിലത്തുർ റഹ്മ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് സേവനം ചെയ്യണം. അവരുടെ ഗ്രേഡ് അനുസരിച്ച്, ബന്ധം പുലർത്തുന്ന ആളുകളുടെ ബന്ധത്തിനനുസരിച്ച് സേവനം ചെയ്യണം. ചിലപ്പോൾ ഫതാറത്തൻ യകൂനു ബിൽമാൽ, ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്പത്ത് കൊണ്ടായിരിക്കും ആ സേവനം. കൊടുക്കണം. കാരണം കൊടുക്കാനും ഏറ്റവും നല്ലോണം കൽപ്പിച്ചതും കൊടുക്കാനും ഏറ്റവും നല്ലോണം പ്രതിഫലം കിട്ടുന്നതും ആർക്കാ? കുടുംബക്കാർക്കാണ്. പക്ഷെ അതിന് തോന്നണ്ടേ? നമുക്ക് തോന്നണ്ടേ സഹോദരങ്ങളെ? കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്തൊരു പിശുക്കാണ്. ബാക്കി ഏത് റിലീഫിനും ഏത് വിഷയത്തിനും നന്നായി കൊടുത്തേക്കാം.